സ്ഥലത്ത് തന്നെ ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കാം. കേൾക്കാമല്ലോ അല്ലേ? നമുക്ക് ഇത്രയും ദിവസം ക്യാമ്പിൽ ഒന്നിച്ചായിരിക്കാനും, നോർമലി ഇതുവരെ NSS ചരിത്രത്തിൽ നടന്നിട്ടില്ല. 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. എങ്കിലും അത് ഒത്തിരി മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹവും നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങളും അതിന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ മാത്രം ഒരിക്കലും ഒരു കാര്യവും സംഭവിക്കത്തില്ല. അതുപോലെ നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി രൂപപ്പെടുത്തലിനൊക്കെ ഇത് കാരണമാകും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തതും നമ്മൾ ഇനീഷ്യേറ്റീവ്സ് എടുത്തതും കേട്ടുപോയതും കണ്ടതും നമുക്ക് ഈ ക്യാമ്പിനിടയിൽ ഉണ്ടായ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ദൈവമുണ്ട്. സകലതും നന്മയ്ക്കായിട്ട് അവിടുന്ന് മാറ്റി തരികയും ചെയ്യും. ഞങ്ങളിത് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഒത്തിരി കാലത്തെ ഒന്നും ഇല്ലെങ്കിൽ പോലും 10-15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ വോളണ്ടിയേഴ്സ് ആയിട്ട് അതത് കോളേജുകളിൽ ഉണ്ടായിരുന്നിട്ടുള്ളവരാണ് ഞാനും അസനുമിസും ഒക്കെ. ബാലുസാർ സോഷ്യൽ വർക്കിന്റെ ഫീൽഡിലാണ്. ഒത്തിരിയേറെ ക്യാമ്പുകൾ NSSൻ്റെതായിട്ടും അല്ലാതെയായിട്ടും സാറിനും ചെയ്യേണ്ടി വരാറുണ്ട്. ഇതൊക്കെ ഞങ്ങളിലും കുട്ടികളിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൺമുന്നിൽ തന്നെ കാണുമ്പോഴുള്ള ഒത്തിരി സന്തോഷങ്ങളുമുണ്ട്. നമുക്കെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ആരംഭിക്കാം. മനസ്സ് നന്നാവട്ടെ. ഇവിടെ ഉള്ളവര് മനസ്സ് നന്നാവട്ടെ എന്ന് ചാറ്റിലിട്ട്. ഞാൻ വീട്ടിൽ നിന്നാണ് കൂടുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. ദയവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ വാക്കുകൾക്ക്, നമ്മൾ പറയുന്നതിനൊക്കെ വലിയൊരു പവർ ഉണ്ട്. അതായത് ഈ മനസ്സ് നന്നാവട്ടെ എന്ന് പറയുന്നത് ഒരു ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ള ഒരു വാക്കാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത നന്നാവുമ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ ലോകത്ത് വരുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. ഈ ക്യാമ്പിൽ ഒരു പക്ഷേ നിങ്ങളെക്കാളേറെ ഞങ്ങൾക്ക് ഒത്തിരി ലേണിംഗ് കിട്ടുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിലെ ചില കുറവുകൾ, തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും, ഇതിൻ്റെ അകത്ത് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അതിനെപ്പറ്റി ഒത്തിരി ഗുണങ്ങളുണ്ട്. ഈ ക്യാമ്പ് കൂടുന്നവർക്ക് മാത്രമാണോ അതേ മൊത്തം കോളേജിന് ക്യാമ്പ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ? ആരെങ്കിലും പറയാവോ? സാർ ഉണ്ട് സാർ. ഒന്ന് എന്തെങ്കിലും ഒരു ഗുണം പറയാവോ ഡിബിൻ? കുട്ടികൾ അവരുടെ ഒരു സാമൂഹിക സേവന മനോഭാവം വളർന്നു വരും. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ആൽബിൻ ആയിരുന്നു തോന്നുന്നു വേറെ ആള് പറഞ്ഞു. ആൽബിൻ, മൊത്തം കോളേജിനുള്ള വേറെ ഗുണം പറയാമോ? വെരി ഗുഡ്. സാർ, നമ്മുടെ NSS ക്യാമ്പിലൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിലൂടെ തന്നെ ഒത്തിരി കാര്യങ്ങള് പലർക്കും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കുറെ ഇനീഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നലത്തെ ന്യൂസ് ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. നിങ്ങൾ കുറെ ട്രോൾസ് ഇറക്കി വിടുന്നുണ്ട്, വീഡിയോസ് നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും മറ്റു കുട്ടികൾ ഇത് ചെയ്യാതിരിക്കുമോ, കൂടുതൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമോ? ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കും അല്ലെ? നിങ്ങളുടെ ക്ലാസ്സുകളിൽ തന്നെ ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകും. ഈ ക്യാമ്പ് കൂടാൻ പറ്റിയില്ലല്ലോ, മിസ് ചെയ്യുന്നു നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഈ ദിവസങ്ങളിൽ? രണ്ടുപേര് പറഞ്ഞു NSSന് ചേരാൻ പറ്റിയില്ലല്ലോ. ഓക്കെ, ആ ചോദ്യത്തിന് ഇഷ്ടംപോലെ പേരുടെ ഉത്തരം വന്നിട്ടുണ്ട്. അപ്പോ എന്നാ നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്തൊക്കെയോ കിട്ടുന്നുണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ അറിയാനൊന്നും പറ്റത്തില്ല. കാരണം ഈ വിത്തിട്ട് കിടന്നു കഴിയുമ്പോഴത്തേക്കും വിത്ത് മുളയ്ക്കുന്നുണ്ടോ നമുക്ക് ഓരോ ദിവസം പറിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് കുറെ വർഷം കഴിയുമ്പോഴത്തേക്കും അറിയാനായിട്ട് പറ്റും. ഇതേതാണ് വർഷം ഒന്ന് ചാറ്റ് ചെയ്യാവോ? ഇതേതാണ് വർഷം, ഇയർ? ഓക്കെ, 2021. വെരി ഗുഡ്. ഇനി ഞാൻ ക്യാമ്പ് കൂടിയത് 2006 അതായത് NSS ക്യാമ്പ് ഞാൻ മരീൻ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്, BCom ആയിരുന്നു. അപ്പൊ എന്റെ ആദ്യത്തെ NSS ക്യാമ്പ് 2006. അന്ന് എന്താ ഇത് NSS പോലും എനിക്ക് അറിയത്തില്ല. കുറെ കൂട്ടുകാരെല്ലാം കൂടെ പേര് കൊടുത്തു. അപ്പൊ ഞാനും പേര് കൊടുത്തു. ഓണം സെലിബ്രേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നി വേണ്ട, വീട്ടിൽ പോയേക്കാം. അപ്പൊ കൊണ്ടുവന്ന ബാഗും എടുത്ത് തിരിച്ച് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും അറിയാവുന്ന എന്റെ കൂടെ കുട്ടിക്കാലത്തേക്ക് എന്നും ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന 2 ചേട്ടന്മാർ വന്നു പറഞ്ഞു, എടാ പോണ്ടടാ, നല്ല രസമുള്ള പരിപാടിയാണ്, നിൽക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് 10 days ക്യാമ്പുമാണ്.
അന്നാ പിന്നെ ആയിക്കോട്ടെ നിന്നേക്കാന്ന് ഓർത്തു, നിന്നു. പക്ഷെ ഇന്നും മറക്കാത്ത ഒത്തിരി ഓർമ്മകള്, ലോകത്ത് പല ഭാഗത്തുള്ള കൂട്ടുകാര്, ലോക്കലി തന്നെ ഇഷ്ടംപോലെ കൂട്ടുകാര് ഒക്കെ ഇതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അന്ന് കിട്ടിയ അനുഭവങ്ങള്, വേദികൾ ഒക്കെ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അത് മാത്രമായിരുന്നില്ല, വേറെ ഒത്തിരി ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് നടന്നു. പിന്നീട് ക്യാമ്പസിൽ പഠിപ്പിക്കാൻ വന്നപ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, ക്ലാസ്സുകളിൽ NSS കുട്ടികൾ ഒത്തിരി ഇനീഷ്യേറ്റീവ് എടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോളേജ് യൂണിയൻ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ ഉറപ്പായിട്ടും NSS വോളണ്ടിയർ ആണ്. അതുപോലെ യൂണിയൻ മെമ്പേഴ്സിൽ ഒരു പകുതി പേരെങ്കിലും NSS വോളണ്ടിയേഴ്സ് ആണ്. പ്രകടമായ ലീഡർഷിപ്പ് മാത്രമല്ലാതെ ഇപ്പം കോളേജിലൊക്കെ കേൾക്കാമല്ലോ അല്ലേ? ഇവിടെ വേറെ പല ബഹളങ്ങളും കേൾക്കും, ഒന്നും കിട്ടി ഞെട്ടരുത്, ഇതൊക്കെ ഉള്ളതാണ്. അപ്പോ ഈ ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് കുട്ടികൾ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നു എന്നുള്ളത് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങി. ഞാൻ ഈ NSSന്റെ ചാർജ് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയപ്പോഴത്തേക്കാണ് വേറൊരു കാര്യങ്ങൾ ഓർക്കണം കേട്ടോ. നിങ്ങൾ 450 കുട്ടികൾ നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ വന്നതിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് തോന്നി, അതിൽ തന്നെ കൊടുത്ത എല്ലാവരും ക്യാമ്പിൽ കൂടുന്നില്ല, കൂടിയ എല്ലാവരും തന്നെ മീറ്റിങ്ങുകളിൽ ആക്റ്റീവായിട്ടൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. കുറച്ചു പേരെങ്കിലും വെറും ഗ്രേസ് മാർക്ക് വോളണ്ടിയേഴ്സ് ആയിട്ട്, ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വന്നതിൽ സങ്കടമുണ്ട്, എങ്കിലും അതൊരു സത്യമാണ്. വെറുതെ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രം വോളണ്ടിയേഴ്സ് ആണെന്ന് ചിലരുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടുന്നുമില്ല, വേറെ പലതും നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം മനസ്സന്നേരം നന്നാവുകയാണോ അതെയോ വല്ലവനും വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുകയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷെ വളരെ കുറച്ചു പേരെങ്കിലും അത്യധികം ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വരുന്ന മാറ്റങ്ങൾ ചെറുതല്ല. നിങ്ങളുടെ മെന്റേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ വെറുപ്പാണോ? ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാം, വെറുപ്പാണെങ്കിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ട് തന്നിരിക്കുന്നവർ, ലൈക്കും പവറും ഹാർട്ടും എല്ലാ സാധനവും ഉണ്ട്, കൊള്ളാം. അവർക്ക് ഇത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ടീച്ചേഴ്സിന്റെ തെറി അല്ലാതെ റൈറ്റ് നൗ ഒന്നും കിട്ടുന്നുമില്ല. ക്ലാസ്സിൽ കയറാതെ ഉഴപ്പി നടക്കുന്ന കുറെ പേരെന്നൊക്കെ ആയിരിക്കും അവരെ പറ്റി ചിലപ്പോൾ പറയുക. പക്ഷെ കുറച്ച് ടീച്ചേഴ്സിനെങ്കിലും, പ്രത്യേകിച്ച് NSSൽ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിന് അവരെന്താ ചെയ്തതെന്ന് വ്യക്തമായിട്ട് അറിയാം. അവരുടെ വീഡിയോയിൽ നിന്ന് അവർക്ക് വഴക്ക് കിട്ടുന്നുണ്ടാവും, ഇത്ര നേരം എന്തിനാണ് കയറിയിരിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാതിരാത്രി വരെ കൂടി ഇരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ക്യാമ്പാണ്. അവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഗ്രേസ് മാർക്കും ഒന്നും കിട്ടാനില്ല. പക്ഷെ അവർക്ക് കിട്ടുന്ന ഫ്രണ്ട്ഷിപ്പ്, ഈ ഡിപ്പാർട്ട്മെന്റുകൾക്കപ്പുറത്ത് ബാച്ചുകൾക്കപ്പുറത്ത് കിട്ടുന്ന കുറെ ഫ്രണ്ട്ഷിപ്സ്, അതുപോലെ ഇത് അവർക്ക് തന്നെ കിട്ടുന്ന, ഇപ്പൊ ഇന്നലെ ജോയിൽ പറയുമായിരുന്നു, ഇത്രയും കാലം ജോയിലായിരുന്നു നമ്മുടെ ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ടെക്നിക്കലെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്, ജോയിൽ ഇന്ദ്രജിത്തും ഒക്കെ. അപ്പോൾ ഗ്രീൻ മാറ്റിനെ പറ്റി ഒന്നും ജോയിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുപോലെ നിങ്ങൾ ഇത്രയും പേര് ഓരോ ഗ്രൂപ്പിൽ നിന്നും പോസ്റ്റേഴ്സും വീഡിയോസും ഒക്കെ ഇറക്കുന്ന കാണുമ്പോഴത്തേക്കും അടിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത്രയും പറ്റുന്നുള്ളൂ. അപ്പം അവർക്കാണെങ്കിലും ഭയങ്കര ഓൺലൈനിൽ ഇത്രയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അവർക്കും ഭയങ്കര ഇതാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന എനർജിയും ഭയങ്കര രസമാണ്. പക്ഷേ NSS മാത്രമല്ല വോളണ്ടിയർഷിപ്പ്, ഇതൊരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ഈ വോളണ്ടിയർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് വോളണ്ടിയർഷിപ്പ്? അതാണ് ഒരു ചോദ്യം. അതിനു മുൻപ് തിരിച്ചു വേറൊരു കാര്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ബീയിങ് ഇൻ NSS? NSSലായിരിക്കുന്നതുകൊണ്ടുള്ള അൾട്ടിമേറ്റ് പർപ്പസ് എന്താണ്? ചാറ്റ്. NSSന്റെ മോട്ടോ എന്താണ്? NSSൽ കൂടി ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഔട്ട്കം ദാറ്റ് ഈസ് ബീങ് എക്സ്പെക്ടഡ് ത്രൂ NSS? ട്രാൻസ്ഫോർമേഷൻ, ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്മെന്റ്, നോട്ട് ബി ബട്ട് യു, സാമൂഹ്യ സേവനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ്. ആര്യ അനിൽകുമാർ പറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ അകത്തെ ഏറ്റവും റൈറ്റ് ആൻസർ. ഈ നമ്മൾ എന്തിനാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അറിയണം. നോട്ട് മീ ബട്ട് ദോ, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻസ്, ഇതെല്ലാം കടന്നു പോകും. പക്ഷെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? ഞാൻ ഇതിൻ്റെ അകത്തായിരിക്കുന്നതിൽ കിണർ കുഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കോരാനോ കുറെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനോ കുറെ പേരുമായിട്ട് കമ്പനി കൂടാനോ കൾച്ചറൽസ് കളിക്കാനോ മാത്രമല്ല. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ സോഷ്യൽ സർവീസ്, ദാറ്റ് ഈസ് ഒരു കമ്മ്യൂണിറ്റിയോട് ചേർന്ന് എന്റെ വ്യക്തിത്വം വികസിക്കുന്നതാണ് NSSന്റെ പരമോന്നതമായ ഉദ്ദേശം. ആ കാര്യം മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പസ് എല്ലാം വെറുതെ പോകും. ഈ നമ്മളിപ്പം ഒരിടത്തോട് ബസ് കയറിയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് കണ്ടക്ടർ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും എങ്ങോട്ടെങ്കിലും എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ വേറെ സ്റ്റോപ്പ് തെറ്റിച്ച് പറയുന്ന പോലെ ഇരിക്കും അത്. അപ്പം യഥാർത്ഥമായ സ്റ്റോപ്പ്, നമ്മുടെ ജേർണി എന്ന് പറയുന്നത് അതൊരു ഡെസ്റ്റിനേഷൻ അല്ല, അതിങ്ങനെ ഒരു കണ്ടിന്യൂയിങ് ജേർണിയാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് നമ്മുടെ എൻഡ് ഉദ്ദേശം. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേഗ് ടൈമാണ്. അതിൻ്റെ അത് ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടും. ഞാൻ അതിലേക്ക് എല്ലാം കൂടെ ഒന്നും പോകുന്നില്ല. ഒരു മോട്ടിവേഷണൽ ക്ലാസ്സും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് വേണ്ടത് ഒരു റിഫ്ലക്റ്റീവ് ബെസ്റ്റ് സെൽഫ് എക്സസൈസ് ആണ്. അതായത് നിങ്ങളെ കുറിച്ച് തന്നെ റിഫ്ലക്ട് ചെയ്യുന്ന, നമ്മൾ എന്തായിരുന്നു ചെയ്തത്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്റെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, അതിന്റെ പർപ്പസ് എന്താണ്, അത് ചെറുതായിട്ട് നമ്മളൊന്ന് ഡിസ്കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്.
തീർച്ചയായിട്ടും നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളിൽ നിന്നൊക്കെ മാറിപ്പോകും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും മനോഹരമായ വഴികളിലേക്ക് ദൈവം നമ്മളെ നയിക്കും. 2006 ഞാൻ മെരീനി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വലിയ ഉദ്ദേശമൊന്നുമില്ല. ഞാൻ ലൈഫിൽ എന്താവുന്നുള്ളൂ എനിക്ക് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പാസ് ഔട്ട് ആയ സമയമായപ്പോഴത്തേക്കും, പാസ് ഔട്ട് അല്ല, സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും എനിക്ക് ക്ലിയർ ആയി എനിക്കിഷ്ടം പഠിപ്പിക്കാൻ പോകുന്നതിനാണ്, ടീച്ചിങ്ങിലേക്ക് തന്നെയാണ് എനിക്ക് താല്പര്യം. പക്ഷെ ചില അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഒക്കെ വന്നു. അപ്പൊ എനിക്ക് PGക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. CAക്ക് പോകാമെന്ന് വെച്ചു. CAക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നല്ല ബുദ്ധിമുട്ടായി. എന്റെ പേഴ്സണാലിറ്റിക്ക് പറ്റുന്ന ഒരു കോഴ്സ് അല്ല അതെന്ന് പിടികിട്ടി. വീണ്ടും MBAക്ക് പോയി. രാജീവിൽ നിന്ന് MBA ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബാങ്കിൽ ജോലി കിട്ടി. അതിലിരിക്കെ ടീച്ചിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി വന്നു. പക്ഷെ അന്നേരം എല്ലാം ടീച്ചിങ്ങിനുള്ള ആഗ്രഹം ദൈവം എന്റെ മനസ്സിൽ കുഴിച്ചിട്ടിരുന്നു. 2009 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും ആ ആഗ്രഹം എന്നിൽ കുഴിച്ചിട്ടിരുന്നു. അത് പലതവണ അത് മാറിപ്പോയിട്ടും അവസാനം അതിലേക്ക് തന്നെ എത്തി. അപ്പൊ നമ്മൾ ചില ആഗ്രഹിക്കുന്നതിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. എന്താണ് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി, അതിന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മളെ സഹായിക്കും, അതൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചിന്തിച്ചു പോകാനുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ 5 ദിവസത്തെ ഇതിനകത്ത് കുറെ ഓളങ്ങൾ മാത്രമല്ല, അതിൽ നിന്ന് നമുക്കുള്ള കുറച്ച് ചിന്തിക്കാനുള്ള ഇൻപുട്സ് ഉണ്ട്. ഇപ്പോൾ ചിലർക്ക് ടെക്നിക്കൽ സ്കിൽ ആയിരിക്കും, ചിലർക്ക് വേറെ പല പല കാര്യങ്ങളായിരിക്കാം. അപ്പോ ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാണ്. ഞാൻ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾ ആരെയും ഞാൻ പഠിപ്പിക്കുന്നില്ല. ട്രാവൽ ആൻഡ് ടൂറിസം. ഇവിടെ ട്രാവൽ ആൻഡ് ടൂറിസം അല്ല, കോഴ്സിന് ഒരു പേരുണ്ട്. ആർക്കെങ്കിലും അറിയാവോ? MSW അല്ല. MSW പഠിപ്പിക്കുന്നത് ബാലു സാറാണ്. MMH, മാസ്റ്റർ ഓഫ് മാനേജ്മെന്റ് ഇൻ ഹോസ്പിറ്റാലിറ്റി. അതാണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട്. 2 വർഷം മുൻപ് വരെ ഞാൻ BBAയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പഠിച്ചത് BCOMിലാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് PG ചെയ്തത് MBA ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജ്മെന്റ് ആണ് എന്റെ ഒരു ഏരിയ. ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ മാനേജ്മെന്റ് ആണ്. NSS മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചിന്തയായിട്ട് ഇങ്ങനെ മനസ്സിൽ ചെറുതായിട്ടൊന്ന് കയറിയൊരു കാര്യമായിരുന്നു. ഇനി ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം. വോളണ്ടിയർഷിപ്പ്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക, വാട്ട് ഈസ് വോളണ്ടിയർഷിപ്പ്. അതിന് കിട്ടുന്ന ഉത്തരം നിങ്ങൾക്ക് ഇവിടെ ചാറ്റ് ചെയ്യാം. വാട്ട് ഈസ് വോളണ്ടിയർഷിപ്പ്? ഓക്കെ, ഇവിടെ വരുന്ന ഉത്തരങ്ങൾ നിങ്ങളും വായിച്ചു നോക്കുക. എന്താണ് വോളണ്ടിയർഷിപ്പ്? അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ മുമ്പേ പറഞ്ഞു ഇതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് എന്നുള്ളത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒരു കമ്പോണന്റ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന മാനേജ്മെന്റുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനേജീരിയൽ കോമ്പീറ്റൻസീസ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത് നോക്കുക, മാനേജീരിയൽ കോമ്പീറ്റൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വ്യക്തികൾക്കും വേണ്ടതാണ്. ഇപ്പൊ ഒരു കുടുംബം ഓടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ വീട്ടിലിരിക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് മാനേജീരിയൽ കോമ്പീറ്റൻസീസ് വേണം, ഓർഗനൈസേഷനുകളിൽ വേണം. എന്താണ് മാനേജീരിയൽ കോമ്പീറ്റൻസീസ്? അടുത്ത സെർച്ച് ചെയ്തോളൂ, എന്നിട്ട് കണ്ടുപിടിച്ചിട്ടോളൂ. എന്താണ് മാനേജീരിയൽ കോമ്പീറ്റൻസീസ്? ഇട്ടാൽ മാത്രം പോരാ, ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം ബാക്കിയുള്ളവരിടുന്നത് എന്താണെന്നുള്ളത്. 2 മിനിറ്റ് തരാം, ഇട്ടു.
ഈ മാനേജറിയൽ കോമ്പീറ്റൻസീസ് നമ്മുടെ കോമ്പീറ്റൻസി മാനേജ്മെന്റ് അല്ല, മാനേജറിയൽ കോമ്പീറ്റൻസീസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ? യെസ് ഓർ നോ? വേണം, മാനേജറിയൽ കോമ്പീറ്റൻസീസ് വേണ്ടതുണ്ട്. ഇനി ഞാനിനി 2-3 മിനിറ്റിനുള്ള ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും ഒരു സെഷൻ കൂടി ഉണ്ടാവും. അതിനു മുമ്പ് നിങ്ങൾക്ക് ചെറിയൊരു അസൈൻമെന്റ് ഉണ്ട് ചെയ്യാനായിട്ട്. നിങ്ങൾ ചെറിയൊരു വീഡിയോ കാണണം. ഒരു 20 മിനിറ്റിന്റെ വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരണം. അപ്പോൾ നമ്മുടെ അടുത്ത സെഷൻ നടക്കുന്നത് 9:45 അതിനു മുമ്പ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വരണം. നമ്മുടെ കോളേജിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഒരു ഇന്ത്യൻ ക്യാമ്പ് നടന്നിരുന്നു, നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ്. അപ്പം ആ സമയത്ത് നടത്തിയ ഒരു സ്റ്റഡിയാണ്, അതിനെപ്പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റു കുറച്ച് കോളേജുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു സെഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻപുട്സ് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. നമ്മൾ 9:45 ഈ മീറ്റ് വീണ്ടും കൂടും, 9:45. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ലിങ്ക് കിട്ടിയോ? കിട്ടി സർ. ഓക്കെ, നിങ്ങൾക്ക് ലിങ്ക് കണ്ടിട്ട് തിരിച്ചു വരാം. 9:45 എല്ലാവരും വരണ്ട. 9:45 ലീഡേഴ്സ് മാത്രം വന്നാൽ മതി, മെന്റേഴ്സും വേണ്ട. 10 ലീഡേഴ്സ് മാത്രം ഈ മീറ്റിംഗിലേക്ക് വന്നാൽ മതി. ക്ലിയർ ആണല്ലോ? മനസ്സൊന്നാവട്ടെ. 9:45 പറഞ്ഞോളൂ. വീഡിയോ എല്ലാവരും കാണുക. 9:45 ലീഡേഴ്സ് മാത്രം തിരിച്ചു വരിക. മനസ്സൊന്നാവട്ടെ. Good morning, everyone at all. Welcome to the webinar on the topic Impact of Volunteership on Developing Managerial Competencies. You might find a slight change in the topic. There is one more word added, that is NSS, because this study was done among NSS volunteers, but this is applicable to many other volunteership. As we proceed, I will give an idea about how I reached into this research and how the impact of volunteership on managerial competency was discovered. Let's slowly move on with the grace of God. So this is the background of the study. I have been a faculty in Marian College, Kuttiganam for last 6 years. And this is my alma mater, and this is where I did my degree. And I was a NSS volunteer during those days. As well as when I did my PG also, it was found that some students are really volunteering for certain activities. Maybe in formal volunteership, maybe in informal volunteership, but some students are ready to take up responsibilities and they make a difference. But what motivates them? It's not money, it's not fame, it's not anything, but it's some intrinsic reward that motivates them. And there should be something that they must be getting. Myself is teaching in the management area. I'm a faculty in Master of Management in Hospitality. So I'll say about that area also, because this study is based on research that happened in the area of hospitality management. So coming to NSS, National Service Scheme is an organization which has been there in India for almost 51 years, and it has touched crores of lives, crores of students in the school and college days. And NSS stands as an unseen thread connecting people across religions, across caste, across states, across different ethnicities. And I think this really helps in keeping the unity and diversity of India. And it has contributed in creating responsible citizens, leaders, politicians, academicians, managers, and all world over. NSS helps in imbibing Gandhian values, and people practice that in their lives through community living, through living with scarce resources, through adjusting with adverse situations, and doing selfless service. Though the formal volunteership is only for 2 years, normally an NSS volunteer, once a volunteer, is always a volunteer.
In Kerala, NSS has an aptavakyam or a motto that is Manasu Nannavate. Let your minds be good. Let our minds be good. And that is really the essence of that volunteership. But there are many other volunteership organizations in many colleges, organizations, universities, etc. But all this has its impact. In 2006, I was a volunteer myself. 2006 and 8, I was a volunteer myself in my college days. And in 2010-12, I was also part of the same kind of NSS living, but in a different organization. And it has continued ever since. I never felt like leaving that. 2014, I joined in the college for teaching. And in the class experiences and out of class experiences, as well as observing students across the college, in many other colleges, it's found that some students are taking up a lot of responsibilities without anyone prompting them, without anyone compelling them. It may be activities for the class, it may be activities for the society, for the family, for the college, etc. But they are really taking up leadership. But what motivates them? And what is the advantage of such volunteership? So that was something which aroused a curiosity, and this study was done. In 2020, a national integration camp was held in our college, in Marian College, Kuttikanam. And in 2021, from tomorrow onwards, that is 21st January onwards, we are hosting an online camp amidst COVID pandemic. Maybe the first time in the 50 years history of NSS that this year every college is going to host online camps. Situation matters so, but still things are working. Again, it's wonderful to see that students are volunteering for taking up initiatives, even in these online camps. Though they miss a lot of activities, though they miss a lot of living together in an atmosphere, in the adversities, in a village life, but still they are all volunteering for this online 7-day camp too. So it's a wonderful experience. Coming back to where I did my study, it was National Integration Camp, which held in the college. So this is the significance of the study. That is, what all are the managerial competencies? That is, what all are the things that are developed through volunteership? And when some students volunteer for, yes, I'm ready to do this, or I will take up the leadership, or I will do this, I will just, it may be just one student may be volunteering every day to clean the board. One student may be taking the role to every day do something for the class, but it all matters. So what is the impact of such a volunteership? That's what we are going to see. So these are managerial competencies. They are the skills, motives, attitudes which are necessary for a job, and it includes such characteristics like communication skills, problem solving, and many other skills. There's a list of skills which are based on this study. This is a study which was conducted in the USA, comparing students and managerial perceptions of essential entry-level managerial competencies in the industry, an empirical study. That is, a study was conducted among managers as well as students to find out what all are the managerial skills which students perceive most important to enter an industry. What all are the skills that recruiters or the managers perceive that these students should have when we are recruiting them from the college? So if there's a mismatch, it really affects the job performance. It really affects the competency of students in getting jobs. So this study was conducted in USA, but this is applicable universally. Situations may change slightly, but these people have tried to find out some variables, and based on that, they have tried to see what all are the major managerial skills that managers look for, as well as students feel that it's important. So this is the study, and this was the result of that study. That is, they felt like willingness to learn, teamwork skills, and oral skills were the most important skills that were perceived by managers. But for students, excuse me, sorry. But for students, the top three skills were, sorry for that.
Yes, the students perceive that oral communication skills, teamwork skills, as well as knowledge of the industry are the most important skills for the entry-level managers. So that was what the study said. Now, applying this to this study, this study tries to determine between what all are the major managerial skills. Okay, coming to the 19 skills that they identified, that Jiang and Alexakis identified in their study are these are the 19 skills that they identified. That is, they did a lot of literature review, and they found that, and they interviewed many industry recruiters, many students, and they tried to compile it to a list. And this was the 19 skills that they identified as most crucial for entry-level managers. And they asked them to rank, they asked them to give the preference based on this. And this was the basis for the study. This was the basis for the study that I did. And this study was conducted among National Integration Camp students that were in Kutikanam. That is, the students were from all across India. They were from 10 different states spread across India, from all parts of India, north, east, south, west, northeast, and every part of India. Students were there. And this was the respondents for this study. A 7-scale questionnaire was used, and data was collected. There were almost 200 volunteers and 15 program officers here in our campus. And the study was conducted using a Google form that was circulated then and there among them. And the data was collected explaining each question. That is, what do you mean by this managerial skill? And they were asked to rank which all are their preferences. They feel like during their 2-year volunteership, what was the skills that they feel like is improving. That these students also have took up pain to come all down to Kerala. That is traveling 3 or 4 days one side from northeast, from North India and all, and they were here for this camp. So it means that they are ready to put up. They are volunteering for something which their counterparts were not doing. So I was asking them, what is the skills that you think which is improving through this volunteership? And these were the objectives of the study, already said and done. And this was the findings. According to the students, these are the 8 top skills based on a ranking. They were asked to give different rankings, and compiling, that is, we took this way. Those who gave top ranking, rank 1 and rank 2. That is, most students gave rank 1 for this much, and the second most ranked was these things. So based on this ranking, a compiled list was prepared, and this list says that teamwork skill is one thing they feel like that improves through volunteership. Another thing is that self-confidence and poise. That is, when they go for volunteership, their self-confidence is improved a lot. The next one is willingness to learn and explore new things. The next one is oral communication skills. That is, they get a lot of platform to speak up. They get a lot of platform to express their opinions and come in front of public and speak. So it improves their oral communication skills. And maybe giving directions to the volunteers, maybe working together in a group. At that time, oral communication skills improve a lot through volunteership. Next is flexibility and adaptability to situations. One thing that comes to my mind is one experience shared by a volunteer during a camp. She never, ever had food in a plate that someone else had. She always wanted her own plate and utensils for having food. But in that NSS camp, they had a practice that everyone must be having common plates and all, and that will be washed and kept in an area. It will be neatly washed and all. But the next time when you take, you may not be getting the same plate that you used last time. Now, no one had anything on their own. Everything was common. So that thing was a first experience, and she said that changed her perceptions a lot. So there is flexibility and adaptability. A simple example for flexibility and adaptability. We know as NSS volunteers or as teachers or as we all know that situation. That is, we may be living in the minimalistic situations during the camp. We may be the food may be minimum. The accommodation facilities, you may be lying down on the floor. The roof may not be that good. The toilet facilities, everything may be having a hard. You may be having a hard time all during the NSS days. But that gives a lot of adaptability and flexibility and confidence to live in any situation. Next, they were able to plan their own work. That is, during the volunteership, they were given extra activities, or they may be taking up extra activities than their studies. So they will be planning their own work. They will be giving priorities. They will be doing their work in that way.
Next is time management skills. That is, when they have to do multiple activities, when they take up volunteership for certain things, when they take up leadership, they learn time management skills, which is very crucial for leaders and which is very crucial for any organization. Time is money, as we know. Next is problem solving skills. When we take up any volunteership, any responsibility, anything, definitely problems are there to come. And there is no problem without a solution. Somehow they find new problems, new solutions, new out of the box thinkings will come. So these are some of the managerial skills that are developed through volunteership. And this is the way the study was done. A 7-point questionnaire, and so most of them ranked this. That is, most of them. See, out of 107 volunteers, 71 of them said that teamwork skill is very important. Likewise, self-confidence and poise, 66 of them said that it is very much important. Again, another 66 said that willingness to learn is important. Another 65 said that oral communication skill is very important. Planning their own work is very important according to almost 59 persons, and flexibility and adaptability they feel like is developed through volunteership for almost 60 students. And time management as well as problem solving skills were also said to be some of the important skills that were developed through managerial competencies, through volunteership. Definitely other managerial competencies also developed through volunteership skills. If you take this study and if you apply it anywhere, even in a classroom, even you do it with a single person, you can definitely find that managerial competencies are definitely improved through volunteership. I think we must foster, we must ask our students to take up more volunteership, more internships, more responsibilities, maybe online, maybe offline, but definitely doing such things will improve their managerial skills and improve their employability, their entrepreneurship skills, and it can help a lot. Some open-ended questions were also there, and some suggestions were taken from that. There's a positive relationship between volunteership and managerial competencies without any doubt. Such programs should be improved, and that should be implemented more, and that should be given more one more priority, such like NSS, NCC, organizing programs, initiatives, formal and informal volunteership in many other organizations, etc. Then some of the top 5 managerial skills that are developed. Yeah, this is already said, and this is never. There is some say that such volunteership. Why should I take this volunteership? My duty is just to study. My duty is just to finish this and go. But if everyone thought like that, we would never have a Mahatma Gandhi. We would never have Nelson Mandela. We would never have Mother Teresa's. It is because of someone's sacrifice that we all are here. We are all here living in the earth. We all are here enjoying certain facilities that we have now. It's because someone volunteered for some things. So this study can be taken, this study can be expanded with more samples, and definitely it can give us more insights that giving volunteership, students taking up volunteership is really, really important for our nation building as well as for a better world. Definitely there are limitations for this study. The time was limited, the sample size was only just 100 or 107 volunteers were there as samples. Though it was from across India. This study has to be done across formal and informal platforms, formal and informal volunteership platforms. Then only we can say that we can clearly find out what all are the managerial skills that are developed, and that model can be implemented in other organizations, other volunteership activities through too. So that's all about my study. Thank you. സാർ എല്ലാരും ആയി. ഓക്കെ, നിങ്ങൾ തിരിച്ചു വന്നെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ചാറ്റിൽ ഇടാവോ? ഏത് ഗ്രൂപ്പിന്റെ ലീഡർ ആണെന്നുള്ളത് മാത്രം, നമ്പർ മാത്രം ഇട്ടാൽ മതി. 8, 4, 3, 9, 10, 2, 1. എല്ലാം ആയോ? 1, 2, 7 ഉണ്ടോ?
ആരോ വീണ്ടും ഇറങ്ങിപ്പോയല്ലോ. ഗ്രൂപ്പ് 7 ലീഡർ ആരാ? സർ മരിയ. മരിയ ഉണ്ടോ? മരിയ കയറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, മരിയ ഈസ് ഓൾസോ ഹിയർ. സോ ഓൾ ആർ ഹിയർ. മനസ്സ് നന്നാവട്ടെ. ഇപ്പം എല്ലാ ഗ്രൂപ്പിൻ്റെ ആയില്ലേ? ആയി സാർ, എല്ലാവരും ആയി. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു ഒരു ക്വസ്റ്റ്യൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ക്യാമ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണം എന്താ ഉള്ളത്? മറ്റ് വോളണ്ടിയേഴ്സിന് കിട്ടാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റി. ഡിയോൺ പറഞ്ഞു. പോൾ? സർ ഞാനേ പറഞ്ഞ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയെന്ന്. ഓക്കെ, സോറി. അപ്പൊ ഡിയോൺ? കുറെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. കുറെ ഫ്രണ്ട്ഷിപ്പ് കിട്ടി. ഗുഡ്. വിമൽ? സാർ, ഈ ഓൺലൈൻ സാഹചര്യത്തിലും നമുക്ക് എല്ലാവരും ഒത്തൊരുമയോടെ പോകാൻ സാധിച്ചു ഗ്രൂപ്പിൽ. ഓക്കെ, വെരി ഗുഡ്. ഓൺലൈനും ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം പിടികിട്ടി അല്ലേ? ആവണി? എന്ത് കാര്യം പറഞ്ഞാലും അത് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇത്ര നാളും അങ്ങനെ ഉണ്ടായിരുന്നില്ല. വെരി ഗുഡ്. അപ്പം ഒരുപക്ഷെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറം ചെയ്യാൻ പറ്റും എന്നുള്ളതും നിങ്ങൾ തെളിയിച്ചു. ജിബിൻ? സാറേ, മുമ്പോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടി. നേരത്തെ ഇങ്ങനെ ഒന്ന് മിണ്ടാൻ പോലും പേടിയായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ ഓൺലൈനിലും അത് നടക്കുമല്ലേ? സ്റ്റേജിൽ തന്നെ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ആൽബിൻ? കൂടുതൽ സംസാരിക്കാൻ വേണ്ടി സാർ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറേ കൂടെ വർദ്ധിച്ചു. ഓക്കെ, ഇതൊരു എൻഡ് പോയിന്റ് അല്ല കേട്ടോ. വർദ്ധിച്ചു എന്ന് പറഞ്ഞ് നിർത്താനുള്ള സ്ഥലമല്ല. പക്ഷെ വീണ്ടും ലീഡർഷിപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇനി ഒത്തിരി പ്ലാറ്റ്ഫോം കിട്ടും. NSS അതിൻ്റെ അകത്തെ ഒരു മാർഗം മാത്രമാണ്. വേറെ ഒത്തിരി കാര്യങ്ങൾ വരും. അമയ? സാർ കുറെ ക്ഷമിക്കാൻ പഠിച്ചു. ഇഷ്ടംപോലെ വഴക്കുണ്ടായി കാണും അല്ലേ? പിന്നെ ഓരോരുത്തരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ കുറെ പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ക്ഷമ വെച്ച് കൺട്രോൾ ഒക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ പറ്റി. ഓക്കെ, ടീം വർക്ക് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലായി. ടീമിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മനസ്സിലായി കാണുമല്ലോ. അത് നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, അത് ലൈഫിൽ ഒരു വലിയ ലേണിംഗ് ആണ്. അത് കുടുംബത്തിൽ ചെന്നാലും ഓർഗനൈസേഷനിൽ ചെന്നാലും എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഒരു വലിയ പോയിന്റ് ആണ്. ക്ഷമിക്കാൻ പഠിച്ചു. ദെൻ ഇനി ആരാ പറയാനുള്ളത്? മരിയ പറഞ്ഞായിരുന്നോ? പറയുകയാണെങ്കിൽ എല്ലാരുമായിട്ട് നല്ല ഒത്തൊരുമയോടെ പോകാൻ പറ്റി. ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, വെരി ഗുഡ്. സാന്ദ്ര പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോന്ന്. ഇപ്പൊ പക്ഷെ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. ടീം വർക്ക് ആ സംഭവമൊക്കെ നല്ലപോലെ കിട്ടി. ഓക്കെ, പേടി കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ജിനു? സാറേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ NSS ഫസ്റ്റ് ടൈമാണ്. അപ്പം ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാൻ ലീഡർ ആവുകയാണ് ചെയ്തത്. അപ്പം ആദ്യം എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയായിരുന്നു, ഒന്നും അറിയില്ല. പക്ഷെ അതിനുശേഷം ഭയങ്കരമായിട്ടും എനിക്ക് പ്രയോജനമായി. കാരണം ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. പക്ഷെ NSS വന്നതോടുകൂടി ഇപ്പൊ ഒരു പേടിയില്ലെന്ന് തന്നെ പറയാം. ഒരു പേടിയോ ടെൻഷനോ ഇല്ലാതെ സംസാരിക്കാൻ പറ്റി. അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ നേട്ടമായിട്ട് എനിക്ക് ഇതിൽ തോന്നുന്നത്. പിന്നെ അമ്മയെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ക്ഷമിക്കാൻ പറ്റി. തുടങ്ങിയപ്പോ മുതൽ ഈ സമയം വരെ എല്ലാവരും ഇങ്ങനെ വിളിച്ച് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, വർക്ക് സെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഒരുപാട് ക്ഷമിക്കാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നി. വെരി ഗുഡ്. വിമൽ? സാർ, ആദ്യമേ എല്ലാവരുമായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, അങ്ങനെ ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഓരോ ഇങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പതിയെ റെസ്പോൺസ് ഒക്കെ വരാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ആദ്യത്തെ ദിവസം വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ബോറിംഗ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഒക്കെ ആക്ടിവിറ്റിയിലോട്ടൊക്കെ ഇൻവോൾവ് ആകാൻ എല്ലാവരും തുടങ്ങി. അപ്പോഴത്തേക്കും എനിക്കൊരു ലൈവായി തുടങ്ങി. ഇനി വിമല, ഇന്നത്തെ ദിവസത്തിന് വിമല വേറെ ആരും കൂടെ ആയിരുന്നു ഷാർജുള്ള? സാന്ദ്രയാണ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റേ വീഡിയോ കണ്ടിട്ട് മനസ്സിലായോ? വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, കേൾക്കാവോ? കേൾക്കാം സാർ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അൾട്ടിമേറ്റ്ലി ആ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് എന്താണ് പിടികിട്ടിയത്? ചാറ്റ് ചെയ്താൽ മതി, പറയണ്ട എല്ലാവരും. ഇത് ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോക്കകത്ത് എന്താണ് മനസ്സിലായത്?
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സാർ. ഓക്കെ. NSSൽ മാത്രമല്ല കേട്ടോ, വോളണ്ടിയർഷിപ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്, മാനേജറിയൽ സ്കിൽസ് നമ്മുടെ ലൈഫിൽ വേണം. അതിൻ്റെ അകത്ത് മുമ്പേ നിങ്ങൾ പറഞ്ഞ പല സ്കിൽസ് ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. ഇത് US നടന്ന ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നടന്ന, ഞാൻ പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ നടന്ന ഒരു സ്റ്റഡിയെ ബേസ് ചെയ്ത് നമ്മുടെ കോളേജിൽ വന്ന NIC വോൾഡേഴ്സിൻ്റെ ഇടയ്ക്ക് നടത്തിയ ഒരു സ്റ്റഡിയാണ്. NIC എന്താണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ജെറ്റ്ലി നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് ഇപ്പം ഉടനെ തന്നെ ഗ്രൂപ്പിലേക്ക് അയക്കും. നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ് കഴിഞ്ഞ വർഷം ഈ സമയത്ത് നടന്നതാണ്. അതെന്തായിരുന്നു? ഏതാണ്ട് 10 സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും, നോർത്തും നോർത്ത് ഈസ്റ്റേണും സൗത്തും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ഒക്കെയുള്ള പിള്ളേർ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൽ കൂടി കിട്ടുന്നത്? അവരൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ട് ട്രെയിൻ കയറിയും ബസ് പിടിച്ചും കപ്പലിനും ഒക്കെ വന്നവരുണ്ടായിരുന്നു. അപ്പൊ എന്തിനിങ്ങനെ നടക്കണം? അതുകൊണ്ട് എന്ത് കിട്ടി എന്നുള്ള സാധനം. Well, and this change is not a one-time process, it's an ongoing process. ഞാൻ ഈ സെമിസ്റ്ററിൽ പഠിപ്പിക്കുന്ന, മാനേജ്മെന്റിൽ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റിന്റെ പേര് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ് എന്നാണ്. മുമ്പേ അമയ പറഞ്ഞതിൽ നിന്നും സാന്ദ്ര പറഞ്ഞതിൽ നിന്നൊക്കെ ലീഡർഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും when we take certain strategies, നമ്മൾ പല കാര്യങ്ങളും കിട്ടാനായിട്ട് പല പല സ്ട്രാറ്റജീസ് എടുക്കണം. ചിലത് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ആവില്ല, ചിലരെ വഴക്ക് പറയണം, ചിലർക്ക് സ്നേഹത്തിൽ പറയണം. ആൻഡ് ദർ ലീഡ്സ് ടു ബി എ ലോട്ട് ഓഫ് ചേഞ്ച്. പല പല ചേഞ്ചുകൾ അവരിലും നമ്മളിലും വരുത്തും, ഈ ലോകത്തിൽ തന്നെ വരുത്തും. ഇപ്പൊ ഇന്നലെ ഇറങ്ങിയ ഒരു ഒറ്റ വീഡിയോ ഉണ്ട്. ഇനി പലരും അവർ ഇനീഷ്യേറ്റീവ് എടുക്കും അല്ലേ? നിങ്ങൾ പലരും എടുക്കും, മറ്റ് കോളേജുകളിലെ പല കുട്ടികളും എടുക്കും, മറ്റ് കോളേജുകളിലെ പലരും ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയൊക്കെ ന്യൂസ് വായിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും എടുക്കുന്നതിനൊക്കെ ഒത്തിരി ഇമ്പാക്ട് ഉണ്ട്. അതുപോലെ ഇന്നലെ നിങ്ങൾ കേട്ട തോമസ് എബ്രഹാം സാർ, അദ്ദേഹമാണ് 1978 MG യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ NSS പ്രോഗ്രാം കോർഡിനേറ്റർ ആകുന്നത്. ഈ കോട്ടയം ജില്ലയുടെ ഈ സമ്പൂർണ്ണ സാക്ഷരത എന്നുള്ളൊരു മിഷനിലേക്ക് പിന്നീട് കേരളത്തിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ളതിൽ പുള്ളിയായിരുന്നു ഒരു കീ റോൾ വഹിച്ചു. പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നത്. അതുപോലെ പാക്കേജർ എക്സ്പെരിമെന്റിനെ പറ്റി ചിലപ്പോൾ പുള്ളി പറഞ്ഞു കാണും. അപ്പോൾ അതൊക്കെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഉണ്ടാക്കിയ ഇമ്പാക്ട് ഭയങ്കരമാണ്. ഈ എബ്രഹാം സാർ ഇപ്പോഴും അനേകം രാജ്യങ്ങളിൽ പോയി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. നമുക്കറിയത്തില്ല പുള്ളിയുടെ ഒരു റീച്ച് എന്താണെന്നുള്ളത്. അപ്പൊ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇനീഷ്യേറ്റീവ്സിന് പോലും വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അമൂൽ എന്നൊരു കാര്യത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അമൂൽ കേട്ടിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്താണത്? അമൂൽ ഐസ്ക്രീം കഴിച്ചിട്ടില്ലേ? ഐസ്ക്രീം പിന്നെ പത്രത്തിലൊക്കെ ഇങ്ങനെ ഓരോ ഇത് സ്പോർട്സ് മാതിരി. ഓക്കെ, ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ. അമൂലിന് തുടങ്ങി വെച്ചത് ഒരു മലയാളിയാണ്. ആരാന്നറിയോ? സർ വർഗീസ് കുര്യൻ ആണോ? വർഗീസ് കുര്യൻ, പെർഫെക്റ്റ്ലി. പുള്ളി നമ്മുടെ ജീവിതത്തിനൊക്കെ നമ്മൾ പോലും അറിയാതെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ, എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിൽ 2 പശുക്കളുണ്ട്, എന്നും രാവിലെ എൻ്റെ പാല് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ വരുമാനത്തിന്റെ ഒരു നല്ല പങ്ക് അതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആണെങ്കിലും പല വീടുകളിലും അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഗ്രാമീണ ജീവിതങ്ങളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വർഗീസ് കുര്യൻ, നമ്മൾ പോലും അറിയാതെ. അമുൽ എന്നൊരു കാര്യം ഉണ്ടാക്കി ഗുജറാത്തിന്റെ, ഇന്ത്യയുടെ തലവര തന്നെ മാറ്റിമറിച്ച ആളാണ്. പാൽക്ഷാമം ഉണ്ടായി, ഇന്ത്യയിലെ കുട്ടികൾ മരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ തന്നെ പാലുൽപാദനം ഭയങ്കരമായിട്ട് കൂട്ടി ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ പാലുൽപാദക രാജ്യമാക്കി മാറ്റി. അത് ഒത്തിരി പേർക്ക് അവരുടെ ജീവിതത്തിൽ ചേഞ്ച് കൊണ്ടുവന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ് എന്തോരം ചേഞ്ച് കൊണ്ടുവരും നമുക്ക് അറിയാൻ പറ്റത്തില്ല. മദർ തെരേസയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഭരിക്കുന്ന ചില നേതാക്കന്മാരുടെ കാര്യമായിരിക്കും. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഒരു കൊച്ചുകുട്ടി ഒക്കെ പോലും ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഭയങ്കരമാണ്. അപ്പം ഓരോ ഇൻഡിവിജ്വലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലോകത്തിൽ. ഞാൻ കുറെ തിയറി തള്ളാനായിട്ടല്ല പറയുന്നത്, ഇത്രേ ഉള്ളൂ. നമ്മുടെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇറ്റ് ഹാസ് സർട്ടൻ ഇമ്പാക്ട്സ്. ഇറ്റ് ഹാസ് എയ്തർ എ പോസിറ്റീവ് ഇമ്പാക്ട് ഓർ എ നെഗറ്റീവ് ഇമ്പാക്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും പോസിറ്റീവ് ഇമ്പാക്റ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അസനിമിസം ചിലപ്പോൾ വൈബ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു വൈബ്രേഷൻ ആണ്, അത് തരംഗമാണ്. ഇങ്ങനെ നമ്മൾ ഈ വെള്ളത്തിൽ കല്ലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഓളം വെട്ടുന്നത് പോലെ നമ്മൾ ഇടുന്ന ഒരു വൈബ് അത് സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ ഈ ക്യാമ്പ് നടത്തിയത് റോയിച്ചനാണോ, ഞങ്ങളാണോ, സീനിയേഴ്സ് ആണോ, നിങ്ങളാണോ? ഈ ക്യാമ്പ് ശരിക്കും നടത്തിയതാരാ? ഇതിന്റെ മുഴുവൻ എക്സിക്യൂഷൻ നടത്തിയതാരാ? ഞങ്ങളാണോ? ആരാ നടത്തി? നിങ്ങളാണ്. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത്, വെൽക്കം പറഞ്ഞത്, വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ന്യൂസ് പേപ്പർ ഉണ്ടാക്കുന്നത് എല്ലാം നിങ്ങൾ തന്നെയല്ലേ?
ഇതല്ലാതെ വേറെ രീതിയിൽ നടത്തായിരുന്നു. റോയേഷന് ഒരു കൃത്യ ഒരു ഇൻസ്ട്രക്ഷൻ തരാം, അതേ രീതിയിൽ തന്നെ നടത്താം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൃത്യം ഇന്ന ആൾക്കാർ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണോ നടത്താറല്ലോ? ഓരോ ഇൻഡിവിജ്വലിനും നല്ല റോൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളെ അറിയാതെ തന്നെ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതൊരു കുഞ്ഞ് അസൈൻമെന്റ് ആണ് ഇനി ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഒരു സെക്കൻഡ്, അതിന്റെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇടാം. ഇത് നിങ്ങളല്ല ചെയ്യേണ്ടത്, ഇൻഡിവിജ്വലി ഓരോ വോളണ്ടിയറും ചെയ്യേണ്ട അസൈൻമെന്റ് ആണ്. നിങ്ങൾ ഇതിനകത്ത് ഭയങ്കര ക്രൂഷ്യലാണ് കേട്ടോ. നിങ്ങളുടെ റോൾ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഈ അടുത്ത 2 വർഷങ്ങളിലേക്ക് നിങ്ങളുടെ റോള് ഉണ്ട്. അതായത് അടുത്ത ബാച്ച് വരുമ്പോൾ, ഇപ്പൊ നിങ്ങളെ മെന്റേഴ്സ് ചെയ്യുന്നത് പോലെ അടുത്ത ബാച്ചിനെ ഫോം ചെയ്യുന്നത് വരെ നിങ്ങളുടെ മെന്റേഴ്സ് ആയിരിക്കുന്നത് കഴിഞ്ഞ വർഷം 7 ഗ്രൂപ്പുകളായിരുന്നു. ആ ഗ്രൂപ്പിന്റെ ലീഡേഴ്സും പ്ലസ് വോളണ്ടിയർഷിപ്പിൽ എക്സ്ട്രാ ആയിട്ട് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിരുന്ന ആൾക്കാരുമാണ് നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് വന്നത്. അതുപോലെ അടുത്ത ബാച്ചിനെ മോൾഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വലിയ റോൾ ഉണ്ടാകും. അപ്പോൾ ഈ ബാച്ചിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലും അടുത്ത ബാച്ചിനെ കൊണ്ടുവരുന്നതിലും നിങ്ങൾക്ക് വലിയ റോൾ ഉണ്ട്. ഞാൻ ലീഡർ എന്ന് പറഞ്ഞ് മുമ്പിലേക്ക് നിൽക്കാനായിട്ടല്ല, പക്ഷെ അവരുടെ കൂടെ നടന്ന് ഒരുപക്ഷെ അവരെ മുന്നിൽ നടത്തി പല കാര്യങ്ങളും ചെയ്യിക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ മീറ്റിംഗ് നിങ്ങളെ മാത്രം വിളിച്ചതെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഇതുപോലത്തെ കുഞ്ഞു മീറ്റിംഗ് വിളിക്കണം നിങ്ങളുടെ ഗ്രൂപ്പിന്റെ തന്നെ. എന്നിട്ട് അവരോട് ഈ കാര്യങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് കണ്ടോ? കണ്ടോ? കാണാം. നിങ്ങളുടെ ഗ്രൂപ്പ് ഫസ്റ്റ് ഇയർ റെപ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലേ? അതെ സർ. അതിലേക്കും കൂടി ക്വസ്റ്റ്യൻ ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ആരെങ്കിലും ചെയ്തോളാവോ? അത് ഞാൻ ഇടണോ? ചെയ്തേക്കാം സാർ. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതേ ഉള്ളൂ, ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഇത് ഇൻഡിവിജ്വൽ വർക്കാണ്. ഇത് അവനവൻ തന്നെ ചിന്തിച്ച് എഴുതേണ്ടതാണ്. അതാണ് ഏറ്റവും താഴെ ഇരിക്കുന്നത്. സിൻസിയർ ആയിട്ട് എഴുതുക, കഴിവതും സ്പെസിഫിക് ആയിട്ട് എഴുതുക. സാർ ഇത് എഴുതിയിട്ട് ആ തന്നിരിക്കുന്ന ലിങ്കിലോട്ട് അപ്ലോഡ് ചെയ്താൽ പോരെ? എഴുതിയിട്ട് തന്നിരിക്കുന്ന ഒരു വേർഡ് ഫയലിൽ എഴുതുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്കിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് അത് വേർഡ് ഫയൽ ആയിട്ട് അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ഗൂഗിൾ ഡോക്ക് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ട് അത് വേർഡ് ഫയൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് തിരിച്ച് ആ ഫയൽ ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്താൽ മതി. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. 3 ക്വസ്റ്റ്യനും ഏകദേശം ഒരു 5 സെന്റൻസ് വെച്ച് എഴുതുക. എത്രത്തോളം സിൻസിയർ ആയിട്ട് എഴുതുന്നു അത്രത്തോളം അത് നിങ്ങളുടെ ജീവിതത്തിനെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് വേണ്ടി ആരും ഒന്നും എഴുതണ്ട, അസൈൻമെന്റ് തീർക്കാൻ വേണ്ടി എഴുതണ്ട. പക്ഷെ എത്രത്തോളം സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ഞാൻ 2006 വോളണ്ടിയർ ആകുന്നത്. ഇപ്പോൾ ഏകദേശം 14 വർഷം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ വോളണ്ടിയർ ആയിരിക്കുന്നത് 2021 ഇനി ഒരു 14 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഏകദേശം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിലുള്ള എന്ത് സ്കില്ല് വേണം എന്നുള്ളത് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് മനോഹരമായിട്ട് നടപ്പാക്കാൻ ദൈവം നമ്മളെയും കൂട്ടുവിളിക്കുന്നുണ്ട്. എപ്പോഴും ദൈവം നമ്മുടെ കൂട്ടത്തിലുണ്ട്. സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പരീക്ഷണങ്ങളിലും ഒക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളിൽ കൂടെ തന്നെയൊക്കെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ടു പോകും. അതൊക്കെ നമ്മുടെ ചില സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനേ നമ്മളെ സഹായിക്കത്തുള്ളൂ. ഇന്ന് വരെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ അനുഭവം അതാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇപ്പൊ ഞാൻ ചെയ്തെന്താണോ അതേ പർപ്പസിന് ചെയ്യാൻ പോകുന്നത് നിങ്ങളാണ്. സാറേ, ഗ്രൂപ്പിൽ മീറ്റിംഗ് ആയിട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? മെസ്സേജ് അയച്ചാൽ പോരെ? അതോ മീറ്റിംഗ്? അത് നിങ്ങളുടെ ഇഷ്ടം. ഇറ്റ്സ് യുവർ ഫ്രീഡം. ഞങ്ങൾക്ക് റോയിച്ചും ലിബർട്ടി തന്നിട്ടുണ്ട് ഈ ക്യാമ്പ് നടത്താനായിട്ട്. അതുപോലെ ഇതിന് നിങ്ങൾക്ക് ഞാൻ ലിബർട്ടി തരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മീറ്റ് കൂടുവോ, കാര്യം പറയുവോ, ചാറ്റ് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ സാർ ഇത് വേർഡിലാക്കണോ അതോ എഴുതിയാൽ മതിയോ? വേർഡ് ഫയൽ അപ്ലോഡ് ചെയ്യാനാണ് ഗൂഗിൾ ഫോമിൽ ചോദിക്കുക. ഓക്കെ സാർ. എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചോ കേട്ടോ. ചോദിക്കാനൊരു മടിയും വിചാരിക്കണ്ട. നിങ്ങളുടെ പിള്ളേർക്ക് നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞു കൊടുക്കരുത്. അവരെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് നല്ലപോലെ എഴുതാൻ പറ്റണം. അതുകൊണ്ടാണ്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് നിർത്താം. മനസ്സ് നന്നാവട്ടെ. വൈകിട്ടത്തെ മീറ്റിംഗിൽ റോയേഷനുണ്ട്. റോയേഷനായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അച്ഛനെ ഒത്തിരി ആഗ്രഹിക്കുന്നു. അച്ഛൻ്റെ ഒരു 1 സൈഡ് സെഷൻ മാത്രമാകാതെ ക്യാമ്പിന് ശേഷമാണെങ്കിലും ഒക്കെ ആണെങ്കിലും പിന്നീട് നിങ്ങൾ കോളേജ് വരുമ്പോഴൊക്കെ അച്ഛനെ കാണാനൊക്കെ ശ്രമിക്കുക. മനസ്സ് നന്നാവട്ടെ.
താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചെയ്തിരിക്കുന്ന എഫേർട്ട് ഭയങ്കരമാണ് ഈ ഒരു ക്യാമ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിൽ. നമുക്ക് കോളേജിൽ എത്രയും പെട്ടെന്ന് ഒത്തുകൂടാനും പറ്റട്ടെ. മനസ്സ് നന്നാവട്ടെ. താങ്ക് യു. യു ക്യാൻ ലീവ്. താങ്ക് യു സാർ. മനസ്സിലാവട്ടെ. താങ്ക് യു സർ മനസ്സൊന്നാവട്ടെ. താങ്ക് യു സാർ. മനസ്സിലാവട്ടെ.